എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ രാത്രി ഏകദേശം 11 മണി അടുത്തായിട്ടുണ്ട്. ഞാൻ എന്താണ് ഈ രാത്രി തന്നെ വീഡിയോ എടുക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. വേറൊന്നുമല്ല, ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ഏതാണ് ഞാൻ കാണിച്ചു തരാവേ. ഈ വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഈ വീഡിയോ ഇട്ട് ഞാൻ ഇതിൻ്റെ അകത്തെ കമൻറ്റുകൾക്കൊക്കെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കണ്ണിലൊരു കമൻറ്റ് പെട്ടു കേട്ടോ. അപ്പോൾ ആ കമൻറ്റിനെ കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അന്നേരം തന്നെ റിപ്ലൈ കൊടുത്തു. പിന്നെ കാര്യമാക്കില്ല. പക്ഷേ ലിതിമോക്ക് അത് കണ്ടപ്പോൾ കുറച്ച് വിഷമമല്ല, എന്തൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് കമൻറ്റ് മാത്രമേ വരാവുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയണം, ഇനി നെഗറ്റീവ് കണ്ടാൽ അതും പറയണം. അതൊക്കെ പറയാനുള്ള പൂർണ്ണ അവകാശം നിങ്ങൾക്കുള്ളതാണ്. അതൊരിക്കലും അത് നെഗറ്റീവാണെന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷെ അത് കണ്ടപ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് മാത്രം ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ അടുത്തത് പറ. കാരണം ആ ഒരാൾക്ക് മാത്രമായില്ല, ചിലപ്പോൾ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ ആ ഒരു കാര്യം മനസ്സിലുണ്ടാവും. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരെന്ന് പറഞ്ഞാൽ പലർക്കും പല സ്വഭാവമുള്ളവരാണല്ലോ. എനിക്കിപ്പോൾ പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഈ പറയുന്ന ലിതിമോക്ക് അത് നെഗറ്റീവായിട്ടായിരിക്കും തോന്നുന്നത്. അപ്പോൾ പല രീതിയിലാണ് ഓരോ കാര്യത്തെ ആൾക്കാരെടുക്കുന്നത്. അപ്പോൾ ആ ഒരു കമൻറ്റ് വന്നപ്പോഴത്തേക്കും ഞാൻ അന്നേരം ഞാൻ പറഞ്ഞല്ലോ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ആ കമൻറ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പിന്നെ കുറേ കമൻറ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വഴിയെ നമുക്ക് ആ കമൻറ്റുകളെല്ലാം കൂടെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഞാൻ ആ ചേച്ചീനെ ഒരിക്കലും മോശമായിട്ട് ആ കമൻറ്റ് ഇട്ടു എന്ന് പറഞ്ഞ് ഞാനല്ല വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ കമൻറ്റ് വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ എന്നാ മനുഷ്യരാ? സബ്സ്ക്രൈബേഴ്സ് അയച്ചു തരുന്നതൊക്കെ കൈനീട്ടി മേടിച്ച് ഇത്രയും നാളായിട്ട് കൊച്ചിനെ കാണിക്കാത്തത് നിങ്ങളുടെ അന്ധവിശ്വാസം കൊണ്ടല്ലേ? വളരെ മോശം. അപ്പോൾ ഇങ്ങനെ ഒരാണ് ചേച്ചി ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ആ ചേച്ചിക്ക് അതിനുള്ളൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ റിപ്ലൈയും കൂടെ ഞാനൊന്ന് വായിക്കാം കേട്ടോ. ഞാൻ മാത്രമല്ല, ഞാനിപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അടിയിലേക്ക് രണ്ട് റിപ്ലൈയും കൂടെ കൊടുത്തിട്ടുണ്ട്, 2 പേര്. അപ്പോൾ ഞാൻ കൊടുത്ത റിപ്ലൈ എന്താണ് ഞാൻ വായിക്കാം. ചേച്ചി, കുഞ്ഞുമക്കൾക്ക് അവരുടേതായ പ്രൈവസി ഉണ്ട്, രോഗം ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. കുഞ്ഞ് കുറച്ച് വളർന്നിട്ട് കാണിച്ചാൽ മതി എന്നതാണ്. എന്താണ് അതിൻ്റെ തെറ്റെന്ന് ചോദിച്ചു. കാരണം പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ശരിക്കും കുട്ടികളെ കാണിക്കുമ്പോൾ നമുക്കത് ഗൈഡ് ലൈൻ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ കുഞ്ഞാവേനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ അത് തന്നെയല്ല, കുഞ്ഞിന് അവളുടേതായിട്ടുള്ള പ്രൈവസി, അവർക്ക് കുറച്ച് ജലദോഷം ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കുക അതുകൊണ്ടാണ്. പിന്നെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ട വീഡിയോകളിലാണേലും ചേച്ചിമാരൊക്കെ പറയും, മോളെ 56 കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കാണിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു രീതിയിൽ 56 ആയിട്ട് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. അല്ലാണ്ട് നമ്മൾ ഈ ചേച്ചി പറയുന്ന പോലെ നമുക്ക് അന്ധവിശ്വാസം എന്ന് പറയുന്ന ഒന്നുമില്ല. അന്ധവിശ്വാസം എന്തിനാണ്? നമുക്ക് വിശ്വാസമാണുള്ളത്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസമേ ഉള്ളൂ. അതല്ലാതെ ഒരിക്കലും ഞങ്ങൾക്ക് അന്ധമായിട്ടൊരു വിശ്വാസം ഒന്നിലുമില്ല. അപ്പം ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടല്ല കുഞ്ഞാവേനെ കാണിക്കാത്തത്. പിന്നെ ഒരു കാര്യം, നമ്മുടെ ആൻസി ചേച്ചി നമുക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. നമുക്കല്ല, കുഞ്ഞാവയ്ക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗിഫ്റ്റ് തന്നതിനെയും പറഞ്ഞ് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈനീട്ടി മേടിച്ചു. അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് കേട്ടോ. കൈനീട്ടി നമ്മൾ മേടിച്ചു എന്നിട്ട് കുഞ്ഞാവേനെ കാണിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക? അപ്പോൾ ശരിക്കും ഞാൻ ഒരാളോടും നമുക്ക് ഇന്നത് വേണം തരുമോ ചേച്ചി, നമ്മൾ പേഴ്സണലായിട്ട് അറിയുന്ന കുറച്ച് പേരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ക്യാഷിന് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ 10,000 രൂപയൊക്കെ ചോദിക്കുന്ന പോലെയല്ല. ഞാൻ ഒരിക്കലും യൂട്യൂബിൽ വന്നിട്ട് എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, ഇന്നത് തരണേന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്നവർ, അവരുടെ കുടുംബമായിട്ട് നമ്മളെ കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഓരോ ഗിഫ്റ്റുകളും ഇതുപോലെ നമുക്ക് തരുന്നത്. കുഞ്ഞാവയ്ക്കാണേലും തന്നത്. അപ്പോൾ ആൻസി ചേച്ചി അന്ന് ഒരു ദിവസം വിളിച്ച ചേച്ചി കുറേ നേരം സംസാരിച്ചു. ചേച്ചി ഇവിടെ ഇടുക്കിക്കാരിയാണ്. അപ്പോൾ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഒരിക്കലും ഞങ്ങൾ ആ ചേച്ചിയോട് സംസാരിക്കുമ്പോൾ ആ ചേച്ചി ഇന്നത് തരുമെന്നൊന്നും പ്രതീക്ഷിച്ചേ അല്ല സംസാരിക്കുന്നത്. കാരണം ആ ഒരു സ്നേഹവും കരുതലും, ഇനി തന്നാലും തന്നില്ലെങ്കിലും നിങ്ങളെ ഓരോരുത്തരെയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ ആ ഒരു ഗിഫ്റ്റ് തന്നതിൻ്റെ പേരിൽ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും ഞങ്ങൾ ചെയ്തതല്ല കേട്ടോ. പെട്ടെന്നൊരു ബുദ്ധിമുട്ട് അത് വന്നു അങ്ങനെ പറഞ്ഞപ്പോൾ. ആ ചേച്ചി ഇപ്പോൾ നമുക്ക് ഗിഫ്റ്റ് തരുമ്പോൾ ഒരിക്കലും നമുക്കത് തരണ്ട എന്നൊരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല. കാരണം അവരുടെ സ്നേഹത്തോടെ നമുക്ക് തരുമ്പോൾ നമ്മളത് സ്നേഹത്തോടെ ഏറ്റുവാങ്ങി, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ അതുമാണ് ചേച്ചിയോട് പറയാനുള്ളത്.
ശരിക്കും ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ കുഞ്ഞാവേനെ കാണിക്കാത്ത പ്രത്യേക മോട്ടീവ് വെച്ചിട്ടൊന്നുമല്ല കുഞ്ഞാവേനെ കാണിക്കാത്തത്. അന്ധവിശ്വാസം കൊണ്ടല്ല കാണിക്കാത്തത്. കുഞ്ഞാവയ്ക്ക് ഒരു 56 അവളുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് മാത്രം കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ബേബീനെ കാണിക്കാത്തത്. അതിലിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കുഞ്ഞാവേനെ കാണിക്കാത്തതിൽ എന്തെങ്കിലും വിഷമവും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോയിൽ കുഞ്ഞാവേനെ കാണിക്കാം. അങ്ങനെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞാവിടെ 56 ആകുമ്പോഴത്തേക്കും കാണിക്കാമെന്നുള്ള ഇതിലാണ് നമ്മൾ. ചിലപ്പോൾ ഇങ്ങനെ 56 നടത്തുന്നത്, അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ടല്ലേ നടത്തുന്നത്. 3 മാസം കൂടെ കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് നടത്താമെന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. കാരണം അവരുടെ ഫാമിലി അവരെല്ലാവർക്കും കൂടി ഇത്ര ലോങ് ആയിട്ട് വരാൻ പറ്റില്ല. അവരുടെ കുടുംബത്തിൽ ഒരു പെങ്കൊച്ചല്ലേ, അപ്പോൾ അവർക്ക് അതിൻ്റേതായ രീതിയിലൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ലിതുമോക്കാണേലും പെട്ടെന്ന് ട്രാവൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട്, വോമിറ്റിങ് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് 2-3 മാസം കൂടെ കഴിഞ്ഞ് അങ്ങ് ചെല്ലുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക. 56 ആകുമ്പോൾ ചെറിയ രീതിയിൽ ഒരു ചരടൊക്കെ കെട്ടിയിട്ട് ചെയ്യുന്നേ ഉള്ളൂ അല്ലേ, അല്ലാതെ അധികം ആൾക്കാരെയൊന്നും വിളിച്ച് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ 56 കാണിക്കും, നിങ്ങൾ കുഞ്ഞാവനെ കാണിച്ചിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അതിന് മുന്നേ നേരത്തെ കാണിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഇതിൻ്റെ അകത്ത് കുറേ നല്ല നല്ല കമൻറ്റുകൾ വന്നിട്ടുണ്ട്, അതൊക്കെ നമുക്കൊന്ന് വായിക്കാം. കുറേ നാളായി നമ്മുടെ വീഡിയോയിലൊക്കെ വരുന്ന കമൻറ്റുകൾ വായിക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് വായിക്കാം കേട്ടോ. അപ്പോൾ ഒരാൾ ഹായ് വാവി എന്ന് പറഞ്ഞിട്ടുണ്ട്. മായ ചേച്ചി, അനിത ചേച്ചി, നമ്മൾ മലയാളികൾക്കാണ് പ്രസവം വലിയ സംഭവം. തമിഴ്നാട്ടുകാരൊക്കെ കാലത്ത് പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കടയിൽ പോകുന്നത് കാണാം. ശരിയാട്ടോ, കറക്റ്റാണ്. നമ്മൾ കേരളക്കാർക്ക് ഒരു എല്ലാ കാര്യത്തിനും അതെ. ഇപ്പോൾ നമ്മൾ മക്കളെ നോക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് എക്സ്ട്രാ കെയർ ചെയ്തിട്ടാണ് നമ്മൾ മക്കളെ നോക്കുന്നത്. അത്ര ഇങ്ങനെ വീർപ്പ് മുട്ടിച്ച് 30 വയസ്സുള്ള മക്കളാണെങ്കിലും ആമക്കളാണ് പെൺമക്കളാണ്, അവർക്ക് അത് കുഞ്ഞ് തന്നെയാണ്. പക്ഷേ പുറത്തൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവരൊരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ സ്വന്തം കാര്യം നോക്കി ഏൺ ചെയ്യാനുള്ള ഒരു പ്രാപ്തിയൊക്കെ ആവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ നല്ല തീരുമാനം മോളെ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് ശരിക്കും ലക്കിയാണ്, പൈസ കുറേ ഉണ്ടായിട്ടും നല്ല കാര്യം. ഡെലിവറി കഴിഞ്ഞ് കിടക്കുമ്പോൾ ഇതുപോലെ നമ്മളെ നോക്കാൻ ഒരു അമ്മയും സിസ്റ്ററും ഉണ്ടെങ്കിൽ പിന്നെ എന്തും വേണം. എനിക്ക് ഏറ്റവും ഇഷ്ടം ആവയാണ്. ഒരുപാട് സന്തോഷം. പിന്നെ കുഞ്ഞിനെ നിങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ കാണിച്ചാൽ മതി. ജിഷ്മ എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് കേട്ടോ മെസ്സേജ് അയച്ചേക്കുന്നത്, അല്ല ഇതിട്ടേക്കുന്നത്, കമൻറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് ചേച്ചി പറഞ്ഞ വളരെ സത്യവത്തായിട്ടുള്ള കാര്യമല്ലേ. നമുക്ക് എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ കേൾക്കാനും നമ്മളെ കെയർ ചെയ്യാനും നമുക്കൊപ്പം നിൽക്കുന്ന ആൾക്കാരുണ്ട്, അതാണ് ഏറ്റവും വലിയ സന്തോഷം. പൈസ വേണ്ടെന്നല്ല, പൈസ ആവശ്യത്തിന് വേണം. പിന്നെ ദക്ഷിണ എന്ന് പറഞ്ഞാൽ വെരി ഗുഡ് ഡിസിഷൻ വാവേ. ലിതിയുടെ അടുത്ത് വീട് എടുത്താൽ അമ്മയ്ക്കും അത്രയും സമാധാനം ഉണ്ടാവും. ശരിയാണ് കേട്ടോ. അപ്പോൾ ലിതിമോളുടെ അടുത്ത് തന്നെ നമുക്ക് ജോലിക്ക് പോകുമ്പോൾ എടുക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ലിതിമോക്കാണെങ്കിലും വന്നേക്കാം. പകലൊക്കെയാണെങ്കിലും ചേട്ടായൊക്കെ ജോലിക്ക് പോകും, അമ്മ ജോലിക്ക് പോകും, പിന്നെ അവർ തന്നെയല്ലേ ഉള്ളൂ. അപ്പം നമ്മുടെ അടുത്ത് വരാമെന്നൊക്കെ കൊണ്ടുവരാമല്ലോ. അപ്പോൾ അതാണ് പ്ലാന്. പിന്നെ കുഞ്ഞുടുപ്പ് സൂപ്പറായിട്ടുണ്ടെന്ന് സജിത ചേച്ചി പറഞ്ഞിട്ട് താങ്ക് യു ചേച്ചി. ഐ ലൈക്ക് ദ ബ്ലൂ ഫ്രോക്ക്. ബ്ലൂ കളറുള്ള ഫ്രോക്ക് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല കോട്ടൺ ആയിട്ടുള്ള നല്ല ഫ്രോക്കാണ്. പിന്നെ വാവൽ ഇതിമല സുഖമാണോ? അമ്മയോട് ചേച്ചിയുടെ അന്വേഷണം പറയണം കേട്ടോ. റോയൽ ബാബു ചേച്ചിയുടെ അന്വേഷണം പറയണമെന്ന് പറഞ്ഞു. ചേച്ചി ഹായ് ചേച്ചി. ചേച്ചിയുടെ പേരും കൂടെ ഇനി അടുത്ത പ്രാവശ്യം കമൻറ്റ് ഇടുമ്പോൾ ഒന്ന് മെൻഷൻ ചെയ്യണേ. റൂബി എന്ന് പറഞ്ഞ ചേച്ചി സൂപ്പർ, ഗോഡ് ബ്ലെസ് യു യുവർ ഫാമിലി. താങ്ക് യു ചേച്ചി. ദിവ്യ എന്ന് പറഞ്ഞ ചേച്ചിയൊക്കെ ഹാർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പുഷ്പ ചേച്ചി ഹായ് അയച്ചിട്ട് ഹായ് ചേച്ചി. പിന്നെ അമ്മയെന്ന് പറഞ്ഞ രശ്മി ചേച്ചി, ഇവരൊക്കെ ഡെയിലി നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇവരൊക്കെ എല്ലാവരും കമൻറ്റ്, കാരണം ഓരോരുത്തരുടെയും പേര് എനിക്ക് അത്ര നന്നായിട്ട് അറിയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും ഡെയിലി നമുക്കിങ്ങനെ കമൻറ്റ് ഇടുന്നതുകൊണ്ട് എനിക്ക് ഒട്ടുമിക്ക എല്ലാവരും അറിയാം കേട്ടോ. ലീലാമ്മ ചേച്ചി, ലീലാമ്മ തോമസ് എന്ന് പറഞ്ഞ ചേച്ചി ഹായ്, കുഞ്ഞുവാവ എന്ന് പറഞ്ഞ് ഹാർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചീനൊക്കെ ഞാൻ അറിയും. പ്രിയ ഉണ്ണി ഹായ് വാവേ. ലിജി എന്താ വന്നില്ലേ ലിജിമോൾ എന്താ വരാത്തതെന്ന് ചോദിച്ചാൽ അവരെ വണ്ടിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. അവർ അടുത്ത മാസത്തേക്ക് വരും, ഏപ്രിൽ മാസം ഫസ്റ്റിലോട്ട് വരും. അതുകൊണ്ടാണ് കേട്ടോ ലിജിമോൾ വരാത്തത്, കാരണം ഇത്രയും ലോങ് വരണമല്ലോ. പിന്നെ കുറേ ഹാർട്ട് കുറേ പേര് ചെയ്തിരുന്നു. ജെസ്സി ചേച്ചി, ജോമോള്, ജോമ, ജസ്മി, അങ്ങനെ കുറേ പേര് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കമൻറ്റുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും നമുക്കിങ്ങനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ. ലിതിമോക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ലിതിമോക്കായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം. വീഡിയോ അല്ല, അത് എന്താണെന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ ആ ചേച്ചിക്ക് കൊടുക്കണം. അതുപോലെ ആർക്കെങ്കിലും സംശയമുണ്ട്, ആർക്കെങ്കിലും അങ്ങനെ പരാതിയൊക്കെ ഉണ്ടെങ്കിൽ അവരോടും കൂടി ഒന്ന് പറയണമെന്ന് വിചാരിച്ചിട്ട് ലിതിമോൾ പറഞ്ഞാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ള അഭിപ്രായം എന്തായാലും ലിതിമോളോട് ചോദിക്കാതിരിക്കുന്നത് ശരിയാണോ? അല്ല, ചോദിക്കാം, പറഞ്ഞോളൂ.
ഞാൻ ഭാവി പറയുന്നതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു കേട്ടോ. വിഷമമല്ല. അപ്പം നമുക്ക് ഇങ്ങനെ ഇത്തിരി വീഡിയോ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൻസി ചേച്ചി നമ്മൾ ഒരുപാട് നേരമൊക്കെ സംസാരിച്ചു. അപ്പം അവരുടെ ഒരു സ്നേഹം, ഒരു സന്തോഷം, അതിന് വേണ്ടിയിട്ടാണ് അവരത് നമുക്ക് ഓർഡർ ചെയ്ത് നമുക്ക് അറിഞ്ഞില്ല ചേച്ചി ഓർഡർ ചെയ്ത് അറിഞ്ഞില്ല. വരുമെന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അത് ചേച്ചിയുടെ സന്തോഷമാണ്. നമ്മൾക്ക് വളരെ ഉപകാരപ്പെട്ടു കേട്ടോ. കാരണം നമ്മുടെ ഓരോ മനുഷ്യർക്കും ഓരോ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതാണ് ഓരോ സമയത്തും. ഒന്നാമത് ആദ്യം ഒരു കാര്യം പറയാം, ഞങ്ങൾ ഒരിക്കലും ദാരിദ്ര്യം പറയല്ല, അങ്ങനെ ആരും കരുതരുത്. അനുഭവങ്ങൾ പറയുന്ന അനുഭവമാണ് നമുക്കത്. കാരണം കുറേ നാൾ മുമ്പത്തെ സിറ്റുവേഷൻ അല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇപ്പം ആദ്യമൊക്കെ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ ശരിക്കും നോട്ട് നിരോധനം ഉണ്ടായത് 2016 അത് ജനിച്ചത്. 15 16 അപ്പോൾ 10 വർഷമായിരുന്നു. അപ്പോൾ ആ സമയത്തെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു നിസ്സാരം പൈസയ്ക്ക് പോലും നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അന്ന് ചാച്ചനൊക്കെ ശരിക്കും അസുഖം വയ്യാതിരിക്കണം, അമ്മ ജോലിക്ക് പോകണം, വാവയൊക്കെ പഠിക്കുന്ന സമയമാണ്, വാവയ്ക്ക് നല്ല ഫീസ് വേണം പഠിക്കണമെങ്കിൽ. അങ്ങനെ പിന്നെ കുഞ്ഞാച്ചി ജോലിക്ക് പോകുന്നു. എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ നല്ല ടൈറ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെയല്ല, എന്താണ് ഈ നോട്ട് നിരോധനം വന്നിട്ട് ഭയങ്കര പൈസയുടെ പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ എന്നും ഓർക്കുന്നു, അമ്മ ഒരു 20 രൂപ ചാച്ചന് BP ഗുളിക മേടിക്കും. ആ 20 രൂപയ്ക്ക് വരെ ഒരു പോയിന്റ് അവിടെ ഒരു വിലയുണ്ടെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം. ആ 20 രൂപ കൊടുത്തിട്ട് ആ 20 രൂപയ്ക്ക് ചാച്ചൻ ഗുളിക മേടിക്കാതെ എന്ത് ചെയ്തു, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തവളവട എന്ന് പറഞ്ഞ സാധനമുണ്ട്, നമുക്ക് കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പം ആ സാധനം മേടിച്ചുകൊണ്ട് വന്നു. അതിപ്പോഴും ഞാൻ ഓർക്കുകയാണ്. കാരണം ആ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ നമ്മൾ മുമ്പോട്ട് വന്നതാണ്. അത് 10 വർഷം മുമ്പത്തെ കാര്യമാണ്. അപ്പോൾ ആദ്യക്ക് അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും നമുക്ക് കഴിയുന്ന രീതിയിലാണ് നമ്മൾ മേടിച്ചു കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് നമ്മളെ കഴിയാവുന്ന രീതിയിലാണ് ഓരോ കാര്യം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരോ ആയിരിക്കാം ചിലപ്പോൾ അവർ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് കോടിക്കണക്കിന് ലക്ഷങ്ങൾ പൈസ കൊണ്ട് ഒരിക്കലും നമുക്കത് മേടിച്ച് തരണമെന്നില്ല. നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാർ നമ്മുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നാണത്. അത് നമ്മൾ കൈനീട്ടി മേടിച്ച്, പിന്നെ നമുക്ക് അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും ഇല്ല. ഇപ്പോൾ കൃഷ്ണനെ വിശ്വസിക്കുന്നവരുണ്ട്, പിന്നെ ശിവനെ വിശ്വസിക്കുന്നവരുണ്ട്, പിന്നെ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരുണ്ട്, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ഈ എന്താ പറയാ, അതിനെന്താ പറയാ, ദൈവത്തെയാണെങ്കിൽ പോലും അന്ധമായി ഒന്നിലും അന്ധമായി വിശ്വാസം വേണം. ആ വിശ്വാസത്തിൽ കൂടെയാണ് നമ്മൾ, അതിനകത്ത് വേറെ അന്ധവിശ്വാസമില്ല. അന്ധമായിട്ട് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് അതിന് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പിള്ളേർ ഇപ്പോൾ ഉണ്ടായ സമയത്ത്, ഇപ്പോൾ ഉണ്ടായിട്ട് 33 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഈ ടൈമിൽ അവൾക്കുണ്ടാകുന്ന എന്താ വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പോൾ ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞു, എനിക്കാണെങ്കിലും ക്ലൈമറ്റ് ഒട്ടും പറ്റുന്നില്ല. ചില ദിവസങ്ങളിലൊക്കെ നല്ല തലവേദനയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഓൾറെഡി പെയിനായിട്ടുള്ള ടാബ്ലറ്റും കാര്യങ്ങളും D3 അങ്ങനെയുള്ള പെയിനായിട്ടുള്ള ടാബ്ലറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് തീർന്നു. അതിൻ്റെ സമയം കഴിയുമ്പോൾ നമ്മളത് നിർത്തണമല്ലോ. ഇനി പിന്നെ BP ഗുളിക കഴിക്കുന്നുണ്ട്. പിന്നെ അതോ തലവേദന സഹിക്കാൻ വയ്യാണ്ട് വരുമ്പോൾ നമുക്കവർ പാരസെറ്റമോൾ തന്നിട്ടുണ്ട്, കഴിച്ചോളാൻ പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കഴിക്കുന്നുണ്ട്. ഇടയ്ക്ക് പറ്റില്ല എന്ന് തോന്നുമ്പോൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ അത് ഫീഡ് ചെയ്യുന്നുണ്ട്. കുഞ്ഞിനും അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഒരിച്ചിരി ഹെൽത്തൊക്കെ ഓക്കെ ആയി. അവരൊന്നൊരു സ്റ്റേണായിട്ട് ഇതിൽ സ്റ്റേബിളായിട്ട് വരുമ്പോൾ നമുക്കത് കാണിക്കാൻ മതി. പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ആണല്ലോ. ഇപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ കാണിച്ചു കഴിയുമ്പോൾ നമ്മൾ അതല്ല, നമുക്ക് അവർ ഇച്ചിരിയും കൂടി ഒരു ഇതായിട്ട് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എല്ലാവരും പറഞ്ഞിങ്ങനെ ഇത്തിരി കൂടി ആയിട്ട് കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് കാണിക്കാത്തത്. അല്ല പറഞ്ഞ പോലെ ഈ സഹോദരി പറഞ്ഞ പോലെ നമുക്ക് വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ കൈനീട്ടി മേടിച്ച് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല എന്നവരെ നമുക്ക് ഗിഫ്റ്റ് തരാനോ. ആ ഒരു വാക്കിലാണ് കൊച്ചിനെ കാണിക്കാത്തതിൽ പറഞ്ഞതിനേക്കാളും വേദനിച്ചു. നമ്മുടെ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് തരുന്നത് കൈനീട്ടി മേടിച്ചിട്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോ നമ്മളെന്തോ ഇവിടെ എനിക്ക് ഒരു പെട്ടെന്ന് ഫീൽ ചെയ്ത് നമ്മളെന്തോ ധർമ്മം മേടിക്കാൻ നിൽക്കുന്ന ആ ഒരു ഫീൽ എനിക്ക് പെട്ടെന്ന് നമ്മൾ വിഷമം തോന്നുക എന്നല്ല പറയുന്നതിന്. അതിനെ നമുക്ക് പറയണം, നമ്മൾ അവർ തന്ന കാര്യം. ആൻസി എന്ന് പറയുമ്പോൾ ചേച്ചിയല്ല കേട്ടോ, ആൻസി എന്ന് പറയുമ്പോൾ എന്നേക്കാളും ഇളയ ആളാണ്.
അപ്പോൾ അവരുടെ നല്ല മനസ്സും കൊണ്ട് അവർ തന്നെ ഇവിടെ ഇടുക്കി ജില്ലയിലുള്ള ആൾ തന്നെയാണ്. നമ്മൾ വിളിക്കുകയും സംസാരിക്കുകയും അമ്മയായിട്ട് സംസാരിച്ചു, ഞാനും വാവയൊക്കെ ആയിട്ട് മണിക്കൂറോളം സംസാരിച്ചു. അപ്പോൾ അവരുടെ സ്നേഹത്തിൻ്റെ പേരിലാണ് അവരത് തന്നത്. നമ്മൾ കൈനീട്ടി മേടിച്ച് നമ്മൾ ഒരിക്കലും നിങ്ങളത് അറിയില്ലായിരുന്നു. കാരണം നമ്മുടെ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആരും ഇത് കാണില്ലായിരുന്നു. നമ്മളത് കാണിച്ചത് കൊണ്ടാണ് നിങ്ങളത് കണ്ടത്. നമ്മുടെ സന്തോഷമാണ്. കാരണം നമുക്ക് സബ്സ്ക്രൈബർ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, നമുക്കിത് ഗിഫ്റ്റൊക്കെ തന്നത് നിങ്ങൾ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളത് ആ ചേച്ചി നമുക്കൊരു സമ്മാനമായിട്ട് തന്നത് അത് കാണട്ടെ എന്ന് വിചാരിച്ചാൽ കോടികൾ കിട്ടുന്ന യൂട്യൂബേഴ്സ് ഇപ്പൊ ലക്ഷങ്ങൾ കിട്ടുന്ന യൂട്യൂബേഴ്സിന് പോലും കോടിക്കണക്കിന് സ്വത്തുള്ളവർക്ക് പോലും ഓരോരുത്തർ ഗിഫ്റ്റുകൾ കൊടുക്കുമ്പോൾ അവർ സന്തോഷത്തോടെ അത് വീഡിയോയിൽ കാണി. അത് അതിന്റെ ഗിഫ്റ്റിന്റെ വലിപ്പമോ അല്ലെങ്കിൽ ഗിഫ്റ്റിന്റെ എത്ര പൈസ അതൊന്നും അല്ല. ആ തരുമ്പോൾ അത് മേടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അത് കാണുമ്പോഴാണ് നമ്മളെ സ്നേഹിക്കുന്നവർ നമുക്കിത് തന്നല്ലോ, അതിപ്പോ എന്തും ആയിക്കോട്ടെ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം അല്ലേ. പിന്നെ അതുകൊണ്ട് മാത്രം വീഡിയോ കാണിച്ചത്. അത് തന്നെ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിന് ഉടുപ്പുകൾ തന്നതും പിന്നെ ഷോളും കാര്യങ്ങളും ഇതെല്ലാം തന്നതും നമുക്ക് വലിയൊരു, കാരണം നമ്മളെ പലരും പല സാഹചര്യത്തിലുള്ളവരാണ്. എപ്പോഴും നമ്മുടെ കയ്യിൽ ഇപ്പോൾ വാവ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, കുഞ്ഞാച്ചി 500 ആൾ 100 രൂപ ചിലവാക്കും, 1000 ആൾ ചിലപ്പോൾ 200 ചിലവാക്കും, 10,000 ആൾക്കാർ 1000 ചിലവാക്കും, 1,00,000 ആൾക്കാർ 10,000 ചിലവാക്കും. അങ്ങനെ കുഞ്ഞാച്ചി അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ട വാവയെന്ന് ഞാനിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവളത് പറഞ്ഞു തന്നത് അവൾക്കുള്ള അറിവാണ് പറഞ്ഞു തന്നത്. അപ്പം അതുപോലെ തന്നെ ആ ഗിഫ്റ്റ് നമുക്ക് കിട്ടിയത് നമുക്ക് ആ കൊച്ചിന് ഉപയോഗിക്കാനും ആ ആവശ്യങ്ങൾക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പൈസയും കൊണ്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്നത് നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ, അധികമായിട്ട് മേടിക്കാൻ പറ്റൂല. അപ്പം അവൾക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റി, ഉടുപ്പിടാൻ പറ്റി. ഷോളുകൾ ഇതൊക്കെ ചേച്ചി തന്നേക്കണ ഷോളാണ് കേട്ടോ. നമുക്ക് ഇത് പുറത്ത് കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു 4 മറ്റോ ഉണ്ടായിരുന്നു. അവളെ കുളിച്ച് കഴിയുമ്പോൾ അവൾക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്കിതുപോലെ ഷോളായിട്ട് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ ടർക്കികൾ തന്നു, കുഞ്ഞ് കിടക്കുന്ന തൊട്ടിൽ പോലത്തെ തന്നു. അതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ സാധനം 2 എക്സ്ട്രാ നമ്മൾ മേടിച്ചത് 2 ഒരുപ്പുണ്ട്. പക്ഷെ അതും കൂടെ തന്നപ്പോൾ നമ്മൾ ഒരിക്കലും അത് നിരസിക്കല്ല, അത് വേണ്ടായിരുന്നില്ല, അങ്ങനെയല്ല. പക്ഷെ അതും കൂടെ കിട്ടിയപ്പോൾ നമുക്കൊരു സന്തോഷമായി. ഒക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മളാരും നെഗറ്റീവായിട്ട്, നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറഞ്ഞ പോലെ ഉണ്ടാവും. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ പറയണം, നെഗറ്റീവ് ഉണ്ടെങ്കിൽ പറയണം. അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് ഇപ്പം സന്തോഷത്തോടെ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താലും നീ അത് ചെയ്ത് ശരിയാണെന്ന് പറയുന്നവരല്ല നമ്മൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നത്. നീ ചെയ്തത് തെറ്റാണ്, അതങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു തരുന്നവരാണ്. സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ പോലെ പല രീതിയിൽ ഇപ്പോൾ ഒത്തിരി വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ പല രീതിയിലും. ഇന്നത്തെ കാലത്ത് ഒരു യൂട്യൂബ് ആണെങ്കിൽ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും നമുക്കത് നല്ല രീതിയിലും അതുപോലെ മോശം രീതിയിലും ഉപയോഗിക്കാൻ പറ്റും. ഈ മോശം രീതി ഉപയോഗിക്കുന്നവർക്കായിരിക്കും കൂടുതൽ വരുമാനം ഉണ്ടാവാം, കൂടുതൽ കാര്യങ്ങൾ. പക്ഷെ നമ്മൾ പോലെ നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അവിടെ ചിലപ്പോൾ ഇങ്ങനെ ഉയർച്ചയൊന്നും കാണില്ല. ഈ പറയുന്ന എൻ്റെ ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സിനൊക്കെ കയറിയത് കുറച്ചേ ഉള്ളൂ. ഈ ഒരു വർഷം 2 വർഷം ഞാൻ ഉപയോഗിച്ചിട്ടും ദിവസം 1-2 സബ്സ്ക്രൈബ്. പക്ഷെ ഞാൻ അതല്ല നമുക്ക് വിചാരിച്ചാൽ പക്ഷേ ഇതിലും കൂടുതൽ നമ്മൾ വേറൊരു വൾഗറായിട്ട് വീഡിയോ ഇട്ടാലൊക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. പക്ഷെ നമ്മളെന്ന് വിചാരിക്കുന്നത് നമ്മളെ കാണാൻ ആഗ്രഹിക്കും, നമ്മൾ എങ്ങനെയാകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് നേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത്. പിന്നെ നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മളെ മാനിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാം. അല്ലെങ്കിൽ നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളൊരു വീഡിയോ വഴി ഇട്ട് അതിലൂടെ വരുമാന മാർഗം എന്ന് വെച്ചാൽ വലിയ വരുമാനമല്ല, അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഒരു മാസം ഒരു $100 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിധത്തിലും ഉപയോഗിക്കാം അല്ലേ. എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അമ്മ ജോലിക്ക് പോകുന്നത് ഇപ്പം പോയിട്ട് 2 മാസമായി. അപ്പം നമ്മുടെ ദിവസവും നമുക്ക് ആ കൊണ്ടുവരുന്ന ദിവസവും നമ്മൾ ജോലിക്ക് പോയി കൊണ്ടുവരുന്ന പൈസയും കൊണ്ടാണ് നമ്മൾ ഓരോ സാധനങ്ങൾ മേടിക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ സമ്പന്നരൊന്നുമല്ല. അപ്പോൾ നമ്മളിങ്ങനെ കിട്ടുന്ന ഇങ്ങനെ അല്ലെങ്കിൽ വീഡിയോ ഇടുന്ന പൈസയും കൊണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ലോൺ അടയ്ക്കുകയോ അല്ലെങ്കിൽ സാധനങ്ങൾ മേടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. നമ്മളിൽ അറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ദിവസമുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ഇടുന്നത്. അതിപ്പോൾ വലിയൊരു എമൗണ്ട് കിട്ടണമെന്നൊന്നുമില്ല. എന്തെങ്കിലും തുച്ഛമായ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് ഉപയോഗിക്കാം. പിന്നെ അധികം പൈസ വേണമെന്നൊന്നുമില്ല. ആരോഗ്യത്തോടെ ഇങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ.
ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്നു, എനിക്കൊരു കുഞ്ഞുണ്ടായി, ഇത് വാവയുടെ കല്യാണം നടക്കണം, ലിജിമോൾ എഴുന്നേറ്റ് നടക്കണം, അമ്മയുടെ ഹെൽത്തൊക്കെ നന്നാവണം, ഒപ്പം എന്നെയും ദൈവം അനുഗ്രഹിക്കണം. വേറെ ഒന്നുമല്ല, ഇനിയും നമ്മൾ മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ തരണം ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ നമ്മുടെ മുന്നിൽ നമ്മൾ നേരിടണമെന്നോ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു മനുഷ്യർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇന്ന ജോലിക്ക് പോകണം, ഇങ്ങനെ ജീവിക്കണം, നല്ല വീട് വെക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. ഏതൊരു മനുഷ്യനെ പോലെ നമുക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് കുറേയൊക്കെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരിക്കലും അത് എന്താ പറയുക വിട്ട് കളയില്ല. പക്ഷെ നമ്മൾ അതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്കൊരു കാര്യം, ഇപ്പം നമുക്ക് ഒരു കുറച്ച് നമ്മൾ ജോലി ചെയ്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് നമ്മുടെ കുറച്ച് കടങ്ങളും കാര്യങ്ങളും അത് തീർത്തു ഒരിക്കലും ദൂർത്തടിച്ച് കളയുമല്ല, അവരോടും ചോദിക്കുകയല്ല. നമുക്ക് കിട്ടുന്ന കാശ് കൊണ്ട് നമ്മളെ ഒരുപാട് രീതിയിൽ നമ്മൾ നടത്തുന്ന നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടത്തുന്നുണ്ട്. ലക്ഷങ്ങളല്ല, നമുക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ ആ ആവശ്യങ്ങളെല്ലാം ദൈവം നടത്തുന്നുണ്ട്. ഇപ്പം എൻ്റെ ആണെങ്കിലും വാവയുടെ ആണെങ്കിലും, ഇപ്പം എൻ്റെ കയ്യിലില്ലെങ്കിൽ ഞാൻ വാവയുടെ ചോദിക്കും, വാവയുടെ കയ്യിലില്ലെങ്കിൽ കുഞ്ഞാച്ചിയോട് ചോദിക്കും. അങ്ങനെ അവരാണെങ്കിലും നല്ല സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ പടിപടിയായി ഓരോ ദിവസങ്ങൾ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നെഗറ്റീവായിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ഇതെടുത്തിട്ടല്ല പറയുന്നത്, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പലരും പല രീതിയിലാണ്. അപ്പോൾ കുഞ്ഞിനെ കാണിക്കാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ 56 എന്ന് പറയുമ്പോൾ ചരട് കിട്ടുകയുള്ളൂ. കാരണം ഇവിടെ വെച്ചിട്ട് നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകപ്പാടെ കുറച്ച് ഇത്രയും ദൂരം ആയതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ ചെന്നിട്ടാണോ നടത്തുന്നില്ല, ഇങ്ങനെ നടത്തുന്ന കാര്യങ്ങളൊന്നും കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോഴത്തെ ചരട് കെട്ടണ കാര്യം പറഞ്ഞു. 28 ആയപ്പോൾ പിന്നെ അവന് പാടില്ലായിരുന്നു. പിന്നെ അമ്മയ്ക്കും ജലദോഷമൊക്കെ ആയിട്ടായിരുന്നു വന്നത്. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ പിന്നെ വരണം എന്നുണ്ടെങ്കിൽ പനിയാണ്. അപ്പോൾ കൊച്ചിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടാണല്ലോ, ട്രാവൽ ചെയ്യാനും പറ്റുകയില്ല. അപ്പം അതുകൊണ്ട് ആണ് 28 ചരട് കെട്ടാത്തത്. 56 ആകുമ്പോൾ ഒന്ന് ചരട് കെട്ടണം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ അന്നേരം നിങ്ങൾ പറയുന്ന അനുസരിച്ച് നമ്മൾ കുഞ്ഞാവനെ കാണിക്കാം. പിന്നെ വേറെ ഒന്നുമല്ല, അതിൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ചത്. നിങ്ങളെ കാണിച്ച ഹെൽത്ത് ഇതാവും ഓർത്തിട്ടല്ല കേട്ടോ. അതന്നെ, ഹെൽത്ത് ഇതാവും. നമ്മുടെ കുഞ്ഞാവനെ ഹാപ്പി ആയിട്ടുള്ള ഒരു ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നിങ്ങളെ കാണിക്കുമ്പോൾ ഒരു സന്തോഷം ഞങ്ങൾക്ക് അതല്ലേ വലുത്. ഇപ്പോഴെന്ന് പറയുമ്പോഴല്ലോ, കുഞ്ഞ് പാല് കുടിച്ച് കഴിയുമ്പോൾ അല്ല ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വൊമിറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ 4 മണിക്ക് ഞങ്ങൾ ആശുപത്രി പോയ കാര്യം പറഞ്ഞതാണ്. 3:30 ഈ ഫീഡ് ചെയ്യുന്ന സമയത്ത് ആളിങ്ങനെ സൗണ്ട് കേൾപ്പിക്കുകയൊക്കെ ചെയ്ത് കുറുകലും അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാര്യം. അയ്യോ, നമ്മളിത് അവനൊന്ന് ഓക്കെ ആവട്ടെ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് കേട്ടോ. അല്ലാണ്ട് ആരും പിന്നെയും കമന്റുകളൊക്കെ പറഞ്ഞു ഇടുക, 56 കഴിഞ്ഞിട്ട് പോയി പിന്നെ കാണിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല അമ്മ ഒക്കെ കമന്റ് കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പം നിങ്ങൾക്കും അതാണ് താല്പര്യം എന്ന് വിചാരിച്ചുകൊണ്ടാണ് പിന്നെ ഞാൻ വാവനെ കാണിക്കാത്തത്. അപ്പം എന്തായാലും ഒരിക്കലും ചേച്ചി ഞാൻ ഒന്നുകൂടെയും പറയുകയാണ്, ഒരിക്കലും നെഗറ്റീവ് കമൻ്റായിട്ട് ഞങ്ങളത് എടുത്തിട്ടേ ഇല്ല. അത് ഒരു എന്താണ് ചേച്ചി കമൻ്റ് ഇട്ട് അതിനൊരു ജസ്റ്റ് ഒന്ന് ഞങ്ങൾ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് കണ്ടപ്പോൾ നമുക്കൊരു മൈൻഡിൽ, അപ്പം നിങ്ങൾ പറയും അങ്ങനത്തെ കമൻറ്റുകളൊന്നും മൈൻഡ് ചെയ്യണ്ട. പക്ഷേ നമുക്ക് കാണുമ്പോൾ ഒരു സങ്കടം എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അതിനുള്ള റിപ്ലൈ തന്നത്. പിന്നെ നമ്മൾ ഹാപ്പിയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക, കുഞ്ഞാവനെ കാണിക്കണം അതോ 56 കഴിഞ്ഞ് കാണിച്ചാൽ മതി എന്ന് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ ഓരോരുത്തരും ഇതൊക്കെ പറയുന്നത് 11:30 സമയം. കുഞ്ഞാവ് പയ്യെ ഉറങ്ങി വരുന്നുള്ളൂ. കിടന്ന് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് വേണം അവയ്ക്ക് കിടക്കാനായിട്ട്. എല്ലാവരും സപ്പോർട്ടൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം, കാരണം ഈ നിമിഷം കാണുന്നവർ ഈ നിമിഷം കാണാത്തൊരു സാഹചര്യമാണ് ഇന്ന് ലോകത്തുള്ളത്. ഇന്നലെ അടുത്ത നിമിഷം കാണാൻ ഇന്നലെയാണോ ഒരു കുട്ടി 5 വയസ്സോ കണ്ടുള്ളൊരു കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചെന്നും പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടൊക്കെ. ഭയങ്കര വിഷമകരമായ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കും ആരോടും പരസ്പരം വഴക്കിടാനോ അതൊന്നും വേണ്ട. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന് മാത്രമേ ഇന്ന് ശരിക്കും പറയാനുള്ളൂ. ഞാൻ ശരിക്കും വേദ പിടിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുക, എങ്ങനെ ഇടുന്നതെന്നൊക്കെ കാണിച്ചിടാന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് അമ്മ ഇവിടെ എല്ലാവരും വീഡിയോയിലാണെങ്കിലും പറഞ്ഞു അങ്ങനത്തെ ഒന്നും എടുത്ത് ലിതിക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും എടുത്ത് വീഡിയോ ഇടണ്ടാന്ന്. അപ്പോൾ പിന്നെ നമുക്ക് പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ വീടിൻ്റെ അകത്ത് ഞാൻ ജോലിയും കൂടെ ചെയ്യുന്നുണ്ട്, ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് എന്നും വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും ഈ മാസത്തെ തീരാൻ പോവാണ് കേട്ടോ, മാസം അങ്ങ് തീരാം. അപ്പോൾ അടുത്ത മാസമെങ്കിലും നല്ല രീതിയിലൊക്കെ വീഡിയോ ഇടണം.
വരണം. അതൊക്കെയാണ് പ്ലാന്. എന്തായാലും വലിയ മഴയ്ക്ക് മുന്നേ നമുക്ക് ഇവിടെ എന്തായാലും പോയേ പറ്റുള്ളൂ. അത് തന്നെ, അല്ലെങ്കിൽ ബാബ കുളിർത്ത് ഇവിടെ ഇരിക്കട്ടെ. അതെ, അയ്യോ എനിക്കും ക്ലൈമറ്റ് കാലാവസ്ഥ ഒട്ടും പറ്റില്ല. ഞാൻ എത്രയും പേന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇന്നിപ്പോ 2-3 ദിവസമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. അപ്പൊ ആ തണുപ്പ് വരുന്നതോടുകൂടി ചിലപ്പോൾ ശരിക്കും എനിക്ക് വിറയ്ക്കുവാണ്, എനിക്ക് വൊമിറ്റ് ചെയ്യാൻ പല പല പ്രശ്നങ്ങളുണ്ട്. അതുപോലെ എനിക്ക് വന്നു കഴിഞ്ഞാൽ കുഞ്ഞാവയ്ക്കും വരും. ദൈവമേ എന്ന് വിചാരിച്ച്, ഞാൻ യേശുവേ എന്ന് വിചാരിച്ച് വിളിച്ചാണ് സത്യം പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നത്. ക്ലൈമറ്റ് ഒന്നും കുഴപ്പമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചൂടാണ്, പക്ഷെ നമുക്ക് ഫാനൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് കുഴപ്പമില്ല എന്ന് ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇത്ര നാളും അവിടെ ആയിരുന്നുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇനിയും കാണണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട്, നിങ്ങളെ വീഡിയോ കാണുന്നതാണ് നമ്മൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് പറഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് തുറന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.